ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ക്രോപ്പ് ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ രണ്ടാക്കിയിട്ടാണ് ലൈനിങ് പീസ് മടക്കിയിട്ടിട്ടുള്ളത്. ലൈനിങ് പീസ് നമുക്ക് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ്. ഞാനിവിടെ 12 ഇഞ്ച് കണക്കാക്കിയിട്ടൊരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡർ നമുക്ക് 4 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അതേ അളവിൽ തന്നെ താഴത്തോട്ട് നമുക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്ക് റിഗാളിൻ്റെ കറക്റ്റ് അളവ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മേലെ നിന്നും താഴത്തോട്ട് റിഗാളിൻ്റെ അളവ് വരുന്നത് 4 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ 4 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ സെൻറ്ററിലൊരു വര വരച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിലാക്കിയിട്ട് റിഗാൾ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് ഇവിടെ 6 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചെസ്റ്റ് അളന്നിട്ട് നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് തയ്യൽ തുമ്പ് 1 ഇഞ്ചാക്കിയിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് മേൽഭാഗം നമുക്ക് 12 ഇഞ്ച് അളവെന്ന് വെച്ച ആ ഒരു പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തുക. ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ മേൽഭാഗത്ത് നിന്നും 1 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് കഴുത്തിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. ആ കഴുത്ത് വീതി നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് കഴുത്തിൻ്റെ വീതി അളന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴത്തോട്ട് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് എത്രയാണോ അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ പോയിൻ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്കതൊരു കർവ് രൂപത്തിൽ വരച്ചെടുക്കണം. കഴുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഞാനിവിടെ കഴുത്ത് വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ കഴുത്ത് ആ ഒരു പോയിൻ്റ് വീഡിയോയിൽ കാണുന്ന ആ ഒരു പോയിൻ്റിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് കഴുത്തിൻ്റെ ബാക്കിലോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് റിഗാളിൻ്റെ ഭാഗത്തോട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. ഇപ്പോൾ കഴുത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗത്തോട്ട് വരുന്ന ഒരു ഭാഗത്തിൽ നിന്ന് 1 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക. 1 ഇഞ്ച് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് കളയുന്നതെന്ന്. ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്ന ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കുക. അവിടെ നിന്നും 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ഭാഗത്ത് കുഴിച്ച് വെട്ടുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നും താഴത്ത് നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ഷേപ്പ് ഭാഗത്തോട്ട് കുഴിച്ച പോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അവിടെ നമുക്ക് തമ്പനയിൽ കണ്ടതുപോലെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ക്രോപ്പ് ടോപ്പ് ആയത് കാരണം കൊണ്ട് നമുക്ക് വയറ് കാണുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫുൾ കട്ടിങ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടുക. ഇനി നമുക്ക് ഇത് വെച്ച് കൊണ്ടാണ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ തുണി 2 ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈക്കുഴി വരുന്ന ആ ഒരു ഭാഗം വരെയുള്ളൊരു പീസ് ഞാനിതാ വീഡിയോയിൽ വരച്ചതുപോലെയുള്ളൊരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം. ഇതാണ് നമ്മുടെ ബാക്ക് പീസായിട്ട് 2 പീസ് നമുക്കിങ്ങനെ സ്ക്വയർ പീസായിട്ട് കിട്ടും. ഇതാണ് നമുക്ക് ബാക്കിന് ഉപയോഗിക്കുന്ന പീസുകൾ.
ഇപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. മെയിൻ പീസ് ഞാനിത് എടുത്തിട്ടുള്ളത് സീക്വൻസ് ഉള്ളൊരു പീസാണ്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ മുകളിലോട്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ വീഡിയോയിൽ കാണുന്നത് പോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 റിഗാളും കഴുത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴ്വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്കി വരുന്ന പീസസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ബാക്കി വരുന്ന പീസസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് കെട്ടാനായിട്ടുള്ള വള്ളികൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ 2 വള്ളികളും ഞാനിവിടെ തയ്ച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് നോക്കാം. ഒരു സൂചിപ്പിൻ എടുത്തിട്ട് നമുക്കതിൻ്റെ ഭാഗത്തൊന്ന് കുത്തി കൊടുത്തിട്ട് ഉള്ളിലൂടെ അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു അറ്റം ഉള്ളിലേക്ക് വരുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് സൂചിപ്പിന് കടത്തി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ 2 വള്ളികളും ഇങ്ങനെ സൂചി ഇട്ടിട്ട് നമുക്ക് ഉള്ളിലൂടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വള്ളി ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ആ വള്ളി പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലെവലിലേക്ക് മറിച്ച് കിട്ടുന്നതാണ്. മറിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മേൽഭാഗത്ത് കൂടി പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റിഗാളിലും കഴുത്തിലും നമുക്ക് താഴ്ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഒരു ലൈസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ചതിന് ശേഷം നമുക്ക് ടോപ്പിൻ്റെയും സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ ആ സെൻറ്ററും അതുപോലെ ലൈസിൻ്റെ ആ ഒരു സെൻറ്ററും നമുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ലൈസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് തുമ്പ് ഭാഗമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ വള്ളിയുടെ ലാസ്റ്റ് ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള ടെസ്സൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. ഇങ്ങനെ 2 വള്ളികൾ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ്ങും സീക്വൻസ് പീസും വെച്ചിട്ട് ഞാനിവിടെ 4 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺസ് ഭാഗം വരുന്നത് നമ്മൾ ജാക്കറ്റിന് വരുന്ന അതേ രീതിയിലാണ് ഇതിനെ ഉക്ക് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് 2 പീസ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു 2 പീസ് വെച്ചിട്ട് നമുക്ക് ജാക്കറ്റിൻ്റെ ഫ്രണ്ട് ഉക്ക് വെക്കുന്ന ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തത് ഉക്ക് വെക്കുന്ന ഒരു ഭാഗമാണ്. ഇനി നമുക്ക് ഹോളിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹോൾ വെക്കാനായിട്ട് കുറച്ച് വീതിയുള്ള പീസാണ് വേണ്ടത്. 2 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ചിങ് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ സ്റ്റിച്ചിങ് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇവിടെ 4 ഹോളുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരു പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ട് നമുക്കിവിടെ ഹോളുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. നമുക്കതൊന്ന് കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു കറക്റ്റ് അളവ് കിട്ടാനായിട്ട് ഒരു പിന്ന് അവിടെ വെച്ച് കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബാക്ക് പീസിൻ്റെ അളവ് എത്രയാണോ നോക്കിയിട്ട് ടാപ്പ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞിട്ട് നമുക്കത് അടയാളപ്പെടുത്തി കൊടുക്കണം. ആ അടയാളത്തിൽ കൂടെയാണ് നമുക്ക് ഷേപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ക്രോപ്പ് ടോപ്പ് കിട്ടുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ഷെയർ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.